അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതായത് ഏകദേശം ഉച്ചക്ക് അവറേ 11:45 അയക്കണം തോന്നിട്ടാ. അപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നല്ല വെച്ചിട്ടുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച് ഇന്നലെ ബിരിയാണി വെച്ചിട്ടുണ്ട്. ബിരിയാണി വെച്ചാൽ പിന്നെ 2 ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് അതിൻ്റെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ അതല്ലാണ്ടുള്ള കുറച്ച് പണികളുണ്ട്. നമ്മൾ വീട്ടിൽ ചില ഒതുക്കിയക്കളും പരിപാടികളൊക്കെ വീക്ക്ലി റീസെറ്റ് പോലെ ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കൽ ചെയ്യാറുള്ളതാണ്. അപ്പോൾ സാധാരണ ഫ്രൈഡേയ്സാണ് ചെയ്യാറ്. ഫ്രൈഡേസ് ആയിട്ടുള്ള ഏതെങ്കിലും ദിവസം. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു പണികളൊക്കെ എടുക്കട്ടിട്ട്. അപ്പോൾ വായു നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എന്നൊക്കെ കമൻസിൽ അറിയിക്കട്ടാ. ഈ റാക്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു വീക്ക്ലി റിസെറ്റിന് വേണ്ടി ഞാൻ മാറ്റി വെക്കാറുണ്ട് കേട്ടോ. മോസ്റ്റ്ലി അതൊരു വീക്കെൻഡ്സിലാണ് ഉണ്ടാവാറ്, ഫ്രൈഡേ സാറ്റർഡേയ്സ്. കാരണം അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ സമയമില്ല. അപ്പോൾ ഒരുപാട് ഫ്രീ ടൈം കിട്ടുമല്ലോ. പക്ഷെ ഇന്ന് ഞാനൊരു വീക്ക് ഡേയ്സിൽ ചെയ്യണം കേട്ടോ. കാരണം ഇന്നും നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീക്ക്ലി റിസെറ്റിൽ എന്തൊക്കെ ഇൻവോൾവ് ആണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീനിങ്, ഓർഗനൈസിങ്, അതുപോലെ പ്ലാനിങ്. അടുത്ത വീക്ക് നമുക്കൊരു സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാണ് ഈ വീക്ക്ലി റിസെറ്റ്. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളൊരു ദിവസം കുക്കിങ്ങൊക്കെ മാറ്റിച്ച് ഈ ക്ലീനിങ്ങിന് വേണ്ടി, ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി മാത്രം വെക്കുമ്പോൾ ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യണ ആ ഒരു ക്ലീനിങ് പെർഫെക്റ്റ്ലി നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റും. മറ്റേത് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളോട് കൂടെ അത് ചെയ്യുമ്പോൾ അറിബറിയായിട്ട് ഒന്നും പ്രോപ്പറായിട്ട് ഇതാവില്ല, അതും ആവില്ല ഇതും ആവില്ല എന്നുള്ള രീതിയിലാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് അറ്റ്മോസ്റ്റ് ക്ലീനായിട്ട് വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മാറ്റി വെക്കും തോറും എനിക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവില്ല. ഡീപ്പായിട്ട് ക്ലീനിങ് നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ കിച്ചണിൽ, അതുപോലെ ഈ റാക്ക് വൃത്തിയാക്കുക, ഈ പാത്രങ്ങൾ വെച്ച് കള്ളി വൃത്തിയാക്കുക, നമ്മൾ ഗ്രോസറീസ് വെച്ച് കള്ളി വൃത്തിയാക്കുക, അതൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഒരു വീക്കിലാണ് അത് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഇനി വീക്കിലി ചെയ്യണ സമയത്ത് തന്നെ നല്ലപോലെ വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം എന്താ ഉണ്ടായി വിചാരിച്ചാൽ നമ്മൾ ഉള്ളിൽ ചെറിയ ഉള്ളി തലാപത്തിൽ നിന്ന് മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ സംഭവം വിചാരിച്ചാൽ അത് ഓഫറിൽ വെച്ച് 2 വട്ടം മേടിച്ചൊക്കെ ഞാൻ ഈ ചെറുള്ളി കൂടുതലായിട്ടും ഈ മീനിൻ്റെ സംഭവങ്ങൾക്ക്, ചെമ്മീനിക്ക്, അതുപോലെ തന്നെ ബീഫ് കറി വെക്കുമ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക, അല്ലാണ്ട് സബോളിൽ യൂസ് ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടായി വെച്ചാൽ അത് ഇരുന്നിട്ടേ ആകെ ചിലതൊക്കെ ആകെ ചീഞ്ഞു പോയി, പൊട്ടി പിടിച്ചിട്ട് ആകെ തയ്ക്കണേ. അപ്പോൾ അത് വൃത്തിയാക്കി കിട്ടാൻ വേണ്ടി ഭയങ്കര പണിയായിട്ടാണ്. അപ്പം ഞാൻ റാക്കൊക്കെ മാറ്റിയിട്ട് അടിയിലൊക്കെ ക്ലീൻ ആക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഐബൂന് കഞ്ഞി വെക്കാണ്ടായിരുന്നു, അത് മറന്നു പോയിട്ട് വേഗം അത് വെക്കാമായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഇന്നത് തിന്നാളതുണ്ട്. അപ്പോൾ എപ്പോൾ ബിരിയാണി വെച്ചാലും 2 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെമ്മീൻ ബിരിയാണി വെച്ചിക്കണേ. ഈ ഒരു വട്ടം 4 വട്ടം അങ്ങോട്ട് ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടുണ്ട്. കാരണം ചെമ്മീനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മേടിക്കണ ഫിഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊരിക്കുക, റോസ്റ്റൊക്കെ ചില ആഴ്ചകൾ ചെയ്താൽ പിറ്റത്തെ ആഴ്ച ഞാൻ വിചാരിക്കും ബിരിയാണി വെക്കാമെന്ന്. അപ്പോൾ ഇന്നലെ വെച്ച ബിരിയാണി എന്താണോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനത് ഇതിൽ വെച്ച് വെളിച്ചെണ്ണയിൽ വെച്ച്. അപ്പോൾ ഒക്കെ തോന്നി ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ ഓയിലിനാട്ടിയും ഒന്നും കൂടി നല്ലത് വെളിച്ചെണ്ണയിൽ വെക്കേണ്ടതെന്ന് തോന്നിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ ഉള്ളിയുടെ നമ്മൾ തോലുകളൊക്കെ ഉണ്ടാവില്ല, ആകെ അത് മെസ്സായിട്ട് ഇതിൻ്റെ ഓട്ടുള്ള റാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടിയിലേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മിക്സിയുടെ ഇടയിലൊക്കെ ആകെ മെസ്സായിട്ട് നമ്മളിങ്ങനെ അടിച്ചിട്ടേ മിക്സിയൊക്കെ അടിച്ചിട്ട് നമ്മൾ കള്ളി വൃത്തിയാക്കിയാണെങ്കിൽ മിക്സി വൃത്തിയാക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഉള്ളിലാകെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതാ. ഇനിയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കാണുമ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ഫീലാണ്. അപ്പോൾ ഞാനും ഈ ഉള്ളി, ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളിയും പിന്നെ ഉരുളങ്ങിയൊക്കെ ആയിട്ട് പുറത്ത് വെക്കുക. ഈ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ഉരുളങ്ങിയങ്ങ് ഫ്രിഡ്ജ് വെക്കണവരുണ്ട്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റിൽ അങ്ങനെ കേടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ളതല്ലേ നമ്മൾ മേടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കേടാവേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. ഉരുളങ്ങി ഇങ്ങനെ കേടായിട്ടില്ല കേട്ടോ. നിങ്ങൾ ഏതൊക്കെ സാധനങ്ങളാണ് ഫ്രിഡ്ജിലും പുറത്ത് വെക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ കണ്ട ചെറുള്ളി ഞാൻ കേടാതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലത് ഉള്ളത് കുറച്ചുള്ളത് എടുത്ത് വെച്ചേക്ക് കേട്ടോ. അങ്ങനെ
അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഡിസോർഡറായി എടുക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാം ഞാൻ എടുക്കാൻ വേണ്ടി പാകത്തില്ലേ ഫസ്റ്റ് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അങ്ങനെ കറക്റ്റ് ഓർഡറിൽ വെക്കും. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആ കള്ളിയും കൂടി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഈ റാക്കിൽ ഞാൻ അടിയിലായിട്ട് പെട്ടെന്ന് എടുക്കാത്ത ഈസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ അടിയിലാക്കി വെക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ടോ. അങ്ങനെ ആ ഭാഗത്ത് കുറച്ച് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടാ ആ സംഭവം ഉള്ളിക്കൊട്ടയുടെ സാധനം പിന്നെ അതുപോലെ തന്നെ ആ മുളക് പൊടി അതൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞ് ഞാനൊന്ന് ഭക്ഷണമൊക്കെ ഇട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ഐബൂന് കൊടുത്തിട്ട് വേണമെങ്കിൽ ബാക്കിലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഐബോട് നല്ല കളിയില്ല കാണിച്ചു തരാം. എന്താ കളിക്കണേ? പാവ പപ്പി പാവ പപ്പി പാവ അല്ലേ? അമ്മ ഭക്ഷണമൊക്കെ ഇട്ടേ ആ എന്നിട്ട് കഞ്ഞി തരാട്ടാ. ഓക്കെ പറ. നല്ല സൂപ്പർ ബിരിയാണിയും എൻ്റെ ഫേവറേറ്റ് മൂവി. വാവ് നൈസ് കോംബോ. കുറെ ആയത് കണ്ടിട്ടാ. അപ്പൊ കുറച്ച് ഒരു അരമണിക്കൂർ ഇത് തിന്നിട്ട് ഇത് കാണട്ടെ. ലല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 
കഴിച്ച് ഐബൂന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കി നമുക്ക് നമ്മളെ റാക്കില്ലേ കിച്ചണിത്ത് മേലുള്ളത് അത് വൃത്തിയാക്കാം കേട്ടോ. അതൊക്കെ ഒരാഴ്ചക്ക് മേലെ അയക്കണം ഞാൻ വൃത്തിയാക്കിയിട്ട്. അത് കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കണമെന്നില്ല, ആ കലങ്കോലായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കണം. അപ്പം അതൊന്നും സെറ്റപ്പ് ആക്കാണ്ട് ഞാൻ മുമ്പൊന്നും തീരെ അടക്കും ചിട്ടൊന്നും അത്ര ഇല്ലാത്തൊരാളായിരുന്നു. ഇപ്പോഴും നല്ല ക്ലീനിങ്ങും വൃത്തിയാക്കുന്ന ആളൊന്നും ആയിട്ടില്ല. എന്നാലും കുറേയൊക്കെ ഞാൻ ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ എന്തത്തോളം മാറിയിരിക്കണമെന്നറിയോ. പണ്ടത്തെ ജാസിൽ ഇപ്പോഴത്തെ ജാസിൽ കുറേയൊക്കെ മാറ്റം വന്നിരിക്കുന്നത് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലിട്ടാണ്. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യല്ലേ. അതായത് ഇന്ന ദിവസം ഇന്ന ചെയ്യണം, ഇന്ന ചെയ്താലാണ് നമ്മൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിച്ചണാകുമ്പോൾ നമ്മൾ ഓരോ ഭാഗത്ത് ഓരോ കാര്യങ്ങൾ നമ്മളായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിൽ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് റുട്ടീനായിട്ട് നമ്മൾ ഓരോന്ന് ഫോളോ അപ്പ് ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ കടക്കും ചിട്ടിയും വരും കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇന്ന ദിവസം ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം, ഇന്ന ദിവസം ഇന്ന കുക്കിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് റുട്ടീനായിട്ട് കുറേ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടക്കം ചിട്ടിയും വരും. അപ്പോൾ നിങ്ങളും അതുപോലെ ഫോളോ ചെയ്തിട്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ റാക്കിൽ 4 ഭാഗത്തും ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്ത് നിൽക്കണം കേട്ടോ. മേലത്തേൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഉണ്ടാവില്ലേ. കാരണം എനിക്ക് മേലേക്ക് കയറണമെങ്കിൽ ഞാൻ ഈ കസാര വെച്ച് കയറണം, കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഈ സോപ്പ് പൊടി, ലിക്വിഡ്, അതുപോലെ തന്നെ നമ്മളെ ഹാൻഡ് വാഷ്, എക്സ്ട്രാ ഉള്ള പേസ്റ്റ്, എക്സ്ട്രാ ഉള്ള മറ്റേ തുണികൾ തുടക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനത്തെ അലർജിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേലത്തെ റാക്കിൽ വെക്കണം. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എക്സ്ട്രാ കുറേ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ബാക്കിലുണ്ടാവില്ല അതൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ എപ്പോഴേലും എടുക്കേണ്ട സാധനങ്ങളല്ല. അപ്പോൾ നമ്മൾ മേലെ നിന്ന് എപ്പോഴും എടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ. പിന്നെ അതിൻ്റെ തൊട്ടടിയത്തെ റാക്കിലാണ് ഞാൻ ഈ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളുണ്ടാവില്ല, ഈ മാഗി, ചിപ്സുകൾ, ബിസ്ക്കറ്റുകൾ, കേക്ക്, നമുക്ക് എപ്പോഴും പെട്ടെന്ന് നമ്മൾ കയ്യെത്തി എടുക്കാൻ പറ്റും നമ്മൾ തിന്നേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ അടിയത്തേൽ ഫസ്റ്റത്തെ റാക്കിലൊക്കെ അണ്ടിപ്പരിപ്പ്, പിസ്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്കാട്ടി ഈ അടുക്കള അത് നമ്മൾ ഓരോ ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എളുപ്പത്തിന് വേണ്ടി അറേഞ്ച് ചെയ്ത് വെക്കലേ ചെയ്യുക. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എടുക്കുമെന്ന് ചോദിക്കും, ഇത് എന്ത് ഈ എവിടെ വെച്ചേക്കണം ഓരോ സാധനങ്ങൾ, ഈ എൻ്റെ എടുത്തെന്നോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഈ ബിസ്ക്കറ്റിൽ ഈ ചോന്ന ബിസ്ക്കറ്റിൻ്റെ പേര് ഞാൻ മറന്നിട്ട്, നല്ല ബിസ്ക്കറ്റ് കേട്ടോ, നല്ല ചോക്ലേറ്റ് ഫ്ലേവർ, ചായയിൽ മുക്കിയതിന് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഇതുപോലെ നൂട്ടല്ല പിന്നെ മുട്ടായികളൊക്കെ ഉണ്ടാവില്ല, ഞാൻ കവറിൽ വെക്കുക. കാരണം ഐബു കാണാണ്ടിരിക്കണം, ഐബു കണ്ടു കഴിഞ്ഞാൽ കച്ചറ വേഗം വേണം പറയേ. ഇപ്പോൾ ഒരു വീക്കിലി വൺസ് ആണല്ലോ ഇങ്ങനത്തെ ക്ലീനിങ്ങൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ രാത്രിയൊക്കെ കിടക്കുമ്പോൾ എപ്പോഴും ഈ നാളേക്കുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കും കേട്ടോ. അതായത് സ്ട്രീറ്റ് പ്ലാനിങ് എന്നല്ല, ഒരു ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കണം.
ഇന്നൊക്കെ ചെയ്താലാണ് നമുക്ക് ടൈം സേവ് ചെയ്തിട്ട് വൈകുന്നേരങ്ങളിലേക്ക് വല്ലാണ്ട് ഇതാക്കുക ഇഷ്ടം. വൈകുന്നേരങ്ങളിലേക്ക് കുറച്ച് ടൈം നമ്മൾ ഫാമിലി ടൈമും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ പോകണം. അല്ലാണ്ട് വൈകുന്നേരം ഇങ്ങനെ പണിയെടുത്ത് ഇതൊക്കെ ഇഷ്ടം. കാരണം മോനും ഉറങ്ങി എണിക്കും, ശ്യാമയൊക്കെ ഉറങ്ങി എണിക്കും. ഇപ്പം നമ്മളേതായ ഒരു ടൈമിങ് നമ്മൾ കുറച്ച് നേരം ചാടിക്കുക, നമ്മൾ വർത്താനം പറയുക, നമ്മൾ ടി വി കാണുക, അങ്ങനത്തെ ഒരു നമ്മൾ മോനായിട്ട് കളിക്കുക, അങ്ങനത്തെ ടൈമിങ് ഇക്ക് വേണം. അങ്ങനെ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഒരു ടൈം ഇതാക്കി നമ്മൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇത്ര നേരം ചെയ്യുന്നത് ഇത്ര നേരം ചെയ്തത്, മറ്റേത് ഒരു അന്തം കുന്തലായിട്ട് കുറേ നേരം ടൈം കളഞ്ഞിട്ട് പിന്നെ ആ ടൈമും കിട്ടില്ല, നമ്മൾ വിചാരിച്ച ടൈമും കിട്ടില്ല എന്നുള്ള രീതിയിലാവരുത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപ്പോഡ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അല്ല കമൻസിലൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. നമുക്ക് വലുതാക്കാം, ഇങ്ങനെ കുറേ ആംഗിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാം. നല്ല ട്രൈപ്പോഡ് സഫായിട്ട് നല്ല ബഡ്ജറ്റിൽ 30 റിയാൽ എത്ര ഉള്ളൂ കേട്ടോ, അതിന് കിട്ടിയതാണ്. നല്ല ട്രൈപ്പോഡാണ്. അപ്പോൾ ഷോ കേസ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് വൃത്തിയാക്കിയപ്പോഴാണ് ഇങ്ങനത്തെ സാധനം കിട്ടിയത്. അന്ന് അമ്മയുടെ കൂടെ പോയപ്പോൾ തന്നിട്ടുണ്ട്, എന്താ തിന്നിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അതെന്തായാലും തിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു. എന്നിട്ട് വേണമെങ്കിൽ ഹോള് വൃത്തിയാക്കാൻ ഇവിടെ ആ കലമ്പായിട്ട് കിടക്കണം. അയ്യോ, പിന്നെ ഇതിപ്പോൾ എന്നും വരുന്ന പണിയാണല്ലോ ഈ ക്ലീൻ ചെയ്യുക, അടിച്ചു വരിക. അത് പിന്നെ മോനൊക്കെ ഉള്ളവർക്ക് അറിയാമല്ലോ. നമ്മൾ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരുണ്ടാവും. എന്നും നമുക്ക് ക്ലീൻ ആക്കിയിട്ടൊരു ദിവസം ഒരു 2-3 വട്ടമെങ്കിലും എങ്ങനെ പോലെ അടിച്ചൊരു വൃത്തിയാക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഞാൻ ആലോചിക്കും എന്ത് നമ്മളിങ്ങനെ, കാരണം അവരിങ്ങനെ വലിച്ചിടില്ലേ, പരമാവധി എത്ര വലിച്ചിടില്ല എന്ന് പറഞ്ഞാലും അവരോട് എത്ര ഇതാക്കിയാലും അവർക്ക് അതെല്ലാം അറിയുള്ളൂ, ഈ വലിച്ചിട്ട് കളിക്കാനുള്ളത്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ശ്യാമയോട് പറയും, ഒരു ദിവസം എത്ര വട്ടാ ക്ലീൻ ചെയ്യണ്. ഇക്കൊന്ന് മുമ്പുണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം, അതായത് കല്യാണത്തിന് ശേഷം, കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ അടിച്ചു വരിക പറഞ്ഞാലേ ഈ കാണുന്നിടത്ത് മാത്രം അടിച്ചു വരിക. അതായത് മുക്കും മൂലം അടിച്ചോരില്ല, കട്ടിൻ്റെ അടി അടിച്ചോരില്ല, അങ്ങനത്തെ. അതായത് വേഗം തീർക്കുക. നമുക്ക് എന്തെങ്കിലും ഉമ്മ പഠിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം തീർക്കുക. നമ്മളെന്തെങ്കിലും ടി വി കാണാൻ എന്തെങ്കിലും ആവുമല്ലോ. അപ്പോൾ അടിച്ചു വരാൻ പറഞ്ഞല്ലേ ചേച്ചി വേഗം തീർക്കുക. അങ്ങനത്തെ കുറേ ഉടായ്പ പരിപാടികൾ ഉണ്ടായിരുന്നിട്ട് ഇന്ത്യയിൽ. നമ്മളിപ്പോൾ ഈ സ്വന്തമായിട്ട് വീടൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. കാരണം നമുക്ക് തന്നെയല്ലേ പണി കൂടുതലായിട്ട് മെസ്സായിട്ട് വരും. നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കൂടും. അപ്പോൾ പിന്നെ നമ്മൾ തന്നെയല്ലേ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇപ്പൊക്കെ ഒട്ടുമിക്ക മൂലയും ഉള്ളിലൊക്കെ അടിച്ചു പോയിട്ട് തന്നെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് വൃത്തിയിൽ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഭയങ്കര ലൈഫ് സേവറാട്ടെ ഈ മോപ്പ്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് ആദ്യം ഇതിന്ന് മേടിച്ചതെന്ന് കേട്ടോ, തെമൂന്ന്. പക്ഷെ അല്ല, നമ്മൾ ഇതിന്നാ ഏതാണെന്നറിയോ, കെൻസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഉള്ളത്, ഓൾഡ് എയർപോർട്ടിൽ. അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചത്. പക്ഷെ ഇപ്പം അതിന് കുറച്ച് റേറ്റ് കൂടിയൊക്കെ. നമ്മൾ മുമ്പ് മേടിച്ച സമയത്ത് അത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് സുഖമാണ്, 1+ ഇങ്ങനെ ലിക്വിഡാവും, സുഖമായി തുടച്ചെടുക്കുക. പക്ഷെ നല്ല പോലെ ഒട്ടിപ്പിടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ലപോലെ അങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതാക്കണം കേട്ടോ, എന്നാലേ പോവുള്ളൂ. എന്നാലും നമ്മൾ മോപ്പ് ഇങ്ങനെ പിഴിഞ്ഞ്, നാട്ടിലത്തെ മോപ്പൊക്കെ അറിയാം ഭയങ്കര കട്ടിയുള്ളതല്ലേ, പിഴിഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതങ്ങനെ സുഖം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ, ചില ദിവസങ്ങളിലൊക്കെ ശ്യാമയൊക്കെ തുടക്കൂട്ടാ. ഞാൻ പറയും ശ്യാമയൊക്കെ തുടക്കേക്ക് മടിയാവണമെന്നൊക്കെ പറയും, തുടച്ചവരൊക്കെ ചെയ്യട്ടു ശ്യാമയൊക്കെ ഇടയ്ക്ക്. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവും കാര്യങ്ങൾ. പിന്നെ ഞാനങ്ങനെ വിട്ടിട്ട് അന്നൊന്നും ചെയ്തില്ല. അന്ന് തുടക്കലൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് പിന്നെ ശ്യാമയൊക്കെ ഇതുപോലെ വന്ന് അയിബ് ഉറങ്ങിച്ച് കുറേ നേരം ഞങ്ങൾ ഓരോന്നൊക്കെ ആയിട്ട് കളിച്ചിരുന്നിട്ട് പിന്നെ രാത്രി വൈകുന്നേരമൊക്കെ ആയി പിന്നെ ചെയ്യാനുള്ള മൂഡ് പോയി. അപ്പം ഞാൻ വിചാരിച്ച് പിറ്റേ ദിവസം ചെയ്യാൻ വിചാരിച്ചത് ഇത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ശേഷം വേഗം ചെയ്യാതിരുന്നേക്കാണ്. അപ്പോൾ അതാ ഏറ്റവും കൂടുതൽ ഞാനിത് ലാസ്റ്റിക്ക് വെച്ച പണിയാണ്. കാരണം ഇത് ഫസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊന്നും തീരില്ല എന്നൊക്കെ. കാരണം എൻ്റെ ഈ പാത്രം വെക്കണ റാക്കണ്ട ആകെ അലങ്കുലമായിട്ട് കിടക്കണം. കാരണം നമുക്കൊരു ഇതുണ്ടാവില്ലേ, ഈ സ്ഥലത്ത് ഈ പാത്രം അങ്ങനത്തെ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തേക്കാം. അതായത് എനിക്ക് കുക്ക് ചെയ്യാൻ പാകത്തിൽ എനിക്ക് സിമ്പിളായിട്ട് വേഗം എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പാത്രങ്ങൾ അറേഞ്ച് ചെയ്തേക്കുക. അത് ഓരോരുത്തരുടെ രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തേക്കുക. അപ്പോൾ ഇപ്പോൾ ഇതാകെ അലങ്കോലമായി കിടന്നേക്കുക. കാരണം നമ്മൾ രാത്രിയൊക്കെ ഇപ്പോൾ പാത്രമൊക്കെ കഴുകിയിട്ട് ഇടയ്ക്ക് ഉറങ്ങാൻ പോണതിലൊക്കെ വേഗം കഴുകിയിട്ട് അങ്ങനെ വേണ്ടി എടുത്ത് വെക്കും. ഇന്ന സ്ഥലത്താവൂല വെക്കുക. അപ്പോൾ പിന്നെ ആകെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സായിട്ട്, പിന്നെ ഈ കുപ്പികളും സാധനങ്ങളൊക്കെ, അതായത് ഫ്രീ ആയിട്ടുള്ള കുപ്പികളൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് ഇനി വെള്ളമൊക്കെ നിറച്ച് വെക്കാൻ വിചാരിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ കുപ്പികളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ എല്ലാം മെസ്സായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന്
അറേഞ്ച് ചെയ്ത് വെച്ചേക്ക് കുക്ക് ചെയ്യണ സമയത്തേ സ്മൂത്താവും. മറ്റേത് ഇങ്ങനെ കുക്ക് ചെയ്യണ സമയത്ത് പാത്രം ഇങ്ങനെ മുക്കിലും മൂലം ഇങ്ങനെ തിരഞ്ഞിട്ട് പ്രാന്താവും. അതിൻ്റെ ഉള്ളിൽ കുപ്പികളും ഭയങ്കര വട്ടായിട്ടുണ്ട് ഈ ഒരാഴ്ച ചെയ്യണ സമയത്ത്, ഇന്നൊക്കെ ചെയ്യണ സമയത്ത്. അപ്പോൾ പിന്നെ അയിമക്ക് നിന്നേക്ക് കേട്ടോ. അപ്പോൾ ഈ റാക്ക് അധികം ഞാൻ പ്രസ് ചെയ്ത് ഇതാക്കില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ഡീപ്പ് ക്ലീനിങ് നോട്ടിക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരു ക്ലീനിങ് നോട്ടി ഇതിൻ്റെ അടിയിലില്ലേ, അടിയിൽ ഞാൻ അടിച്ചുവരായിരുന്നു കേട്ടോ. കാരണം നമ്മളിപ്പോൾ എന്നും അടിച്ചു ഈ അടിയിൽ കുറേ ചവറൊക്കെ കിടക്കണ്ടാവില്ലേ റാക്കിൻ്റെ അടിയിൽ. അങ്ങനെ ഒരു ദിവസം റാക്കിൻ്റെ അടിയിൽ അടിച്ചുവരിക്കുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു പറയുക, അവിടെ പൈപ്പ് ഉണ്ടാവില്ലേ നമ്മളെ ഈ വെള്ളം ബേസിനിൽ കൂടെ പോണ പൈപ്പ്. ഞാൻ ഈ ചൂല് കയറാണ്ടേ ടേട്ടേന്ന് അടിച്ചിട്ട് കഴുകി ഇതിൽ അതോടെ പൊട്ടി. പിന്നെ ആകെ വെള്ളം കളിയായിട്ട് ഷാമിയാക്കൊക്കെ നല്ല ഇടങ്ങറായിരുന്നു. ഷാമിയൊക്കെ പറയാം എൻ്റെ ഒടുക്കത്തെ ഇതിൻ്റെ പറയാം എൻ്റെ ഒടുക്കത്തെ ഒരു ക്ലീനിങ് മര്യാദക്ക് ക്ലീൻ ചെയ്താൽ മതി, അവൾ വലിയ വൃത്തിയുടെ ആളെന്നൊക്കെ എന്നെ അങ്ങനെ ഇതാക്കിയിരുന്നു. ഇപ്രാവശ്യം ഞാൻ അതിന് നിന്നിട്ടില്ല കേട്ടോ. അടിയിലൊക്കെ ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ടുള്ളൂ, ഉള്ളിലേക്ക് നല്ലോണം വലിച്ചിട്ട് ഇതാക്കാൻ നിന്നില്ല. അപ്പോൾ അതാ കണ്ട പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് ഞാൻ ഓരോന്ന് സാധനത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ എവിടെ നിന്ന് മേടിച്ച് നോക്കൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നിട്ടാ. ഞാൻ കൂടുതൽ പാത്രങ്ങൾ നാട്ടിൽ നിന്ന് ഓരോ തവണ വരുമ്പോൾ കൊടുന്ന കേട്ടോ. ആദ്യത്തെ വട്ടം വരുമ്പോൾ കൊടുന്നത്, അതുപോലെ അങ്ങനെ ഓരോ വട്ടം വരുമ്പോൾ കുക്കറും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. പിന്നെ ഇവിടുന്ന് ആകെ ഈ ട്രെൻഡോളിൻ്റെ ഓഫറിൻ്റെ ഒരു 4 നോൺ സ്റ്റിക്കിന് പാത്രം സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ട് നല്ല പാത്രം അത് ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏതോ ചെറിയ 2-3 പാത്രങ്ങൾ പുട്ടും അങ്ങനെയൊക്കെ മേടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഓരോ തവണയായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത് കാര്യങ്ങളാട്ടോ. പിന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ ഞാൻ വലിയ ഈ കുപ്പിപ്പാട്ട സാധനങ്ങൾ പറക്കി വെച്ചിട്ട് ഇരിക്കണ പോലെ തോന്നുന്നുണ്ടാവുമോ? എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്ന് ഓരോ തവണ പാർസലും കാര്യങ്ങളൊക്കെ മേടിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന വീഡിയോയിൽ ഞാൻ കളയാറില്ല. കാരണം നമ്മൾക്ക് മല്ലിച്ചപ്പ്, പുതിന, ഈ വേപ്പിൻ്റെ ഇല അതൊക്കെ ഇടാനും പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ കുക്ക് ചെയ്തിട്ട് ബാക്കിയുണ്ടെങ്കിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ കളയാറില്ല കേട്ടോ. അപ്പോൾ അത് കുറേ ആയിട്ട് ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ കിടക്കേണ്ടിയിരുന്നു. നമ്മളിങ്ങനെ നോക്കുക. പിന്നെ ചിലതിന് മൂടിയുള്ളതിന് പാത്രമല്ല. പിന്നെ ചിലത് നമുക്ക് വേണ്ട ആവശ്യമുള്ളത് മാത്രം ഒരു 3-4 എണ്ണം ഞാൻ എടുത്ത് വെക്കുള്ളൂ, ബാക്കിയൊന്നും എടുത്ത് വെക്കില്ല. അപ്പം അങ്ങനെയായിട്ട് കുറേ ആവശ്യമില്ലാത്തുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുപ്പികൾ എടുത്ത് വെക്കൂട്ടെ. കാരണം എന്തെങ്കിലും നമുക്ക് വെള്ളം ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനും പിന്നെ അതുപോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ മേടിച്ച കുപ്പികൾ നല്ലതാണെങ്കിൽ, നല്ല മൂടിയൊക്കെ ഉറപ്പുള്ള കുപ്പികളാണെങ്കിൽ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ റാക്കിൻ്റെ ഈ അറ്റത്തായിട്ട് വെക്കാറിട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിക്കണ്. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് കുപ്പികൾ ആവശ്യമുള്ളതും പാത്രങ്ങൾ ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എന്നും യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഇതാ എനിക്ക് എൻ്റേതായ രീതിയിലൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേത് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇനി നാളെ മുതൽ നമുക്ക് വേണ്ട രീതിയിൽ അങ്ങനെ കുക്ക് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അതാ വേസ്റ്റുകൾ ഉണ്ടായിരുന്നിട്ട് ഇനി അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളയണം. 2-3 വേസ്റ്റുകൾ ഞാൻ എടുക്കണുള്ളൂ, ബാക്കി പിന്നെ ഷാമയൊക്കെ എടുത്ത് കൊണ്ടുപോയി കളഞ്ഞോളും ഞാൻ വിചാരിക്കണത്. ഇനിയിപ്പോൾ ഇതാ കാരണം ഞാൻ കുളിച്ചില്ല. കാരണം എന്താ വെച്ചാലേ കാരണം അടുക്കളയിലൊക്കെ ഇരുന്ന് നിരങ്ങുന്നതല്ല. അപ്പോൾ പിന്നെ എന്തായാലും കുളിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഇതാക്കണ്ടല്ലോ. പക്ഷേ ഇന്നലെ മുതൽ ഇട്ട ഡ്രസ്സെല്ലാം വിചാരിച്ച് ഞാൻ കുളിക്കാൻ നിന്നില്ല. പിന്നെ വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞ് വന്നിട്ട് വേണം കുളിക്കാൻ. പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. ഖത്തറിയത്തെ വിസയുടെയും കാര്യങ്ങളും റൂമിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിന് നല്ല റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടോ. ഭയങ്കര ഹാപ്പിയായി. പിന്നെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ വക്കറയുള്ളവരും അവിടെ ഉള്ളവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളും കുറേ കിട്ടി. പിന്നെ കുറേ നല്ല റെസ്പോൺസും അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അത്രയും ഞാൻ പോയി കുളിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ടാറ്റ ബൈ, സീ യു.